റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഡൽഹിയിൽ എത്തുകയാണ്. നാളെ ഹൈദരാബാദ് ഹൗസിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ചർച്ച നടക്കും. വാണിജ്യ, വ്യാപാര, പ്രതിരോധ മേഖലകളിൽ ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിലുള്ള ഇപ്പോഴത്തെ ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കുക എന്നതാകും ഇരു നേതാക്കൾക്കും ഇടയിലുള്ള ചർച്ചയുടെ പ്രധാനപ്പെട്ട അജണ്ട. റിപ്പോർട്ട് കാണാം. ഭാരതം റഷ്യ വാർഷിക ഉച്ചകോടിക്കായി ഇന്ന് വൈകിട്ടോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡൽഹിയിലെത്തും. പുടിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഭാരതീയ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി 2030ഓടെ ഇരട്ടിയിലധികമായി വർദ്ധിപ്പിക്കുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചിരുന്നു. നാളെ രാവിലെ രാഷ്ട്രപതി ഭവനിൽ പുടിന് ഔദ്യോഗിക സ്വീകരണം നൽകും. തുടർന്ന് ഹൈദരാബാദ് ഹൌസിൽ വെച്ചാണ് ലോകരാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മോദി പുടിൻ ഉഭയകക്ഷി ചർച്ച. പ്രതിരോധ, വ്യാപാര മേഖലകളിലെ സഹകരണം കൂടുതൽ ഊഷ്മളമാക്കുന്നതാകും പ്രധാന ചർച്ച. ചെറുകിട മോഡുലാർ റിയാക്ടർ സാങ്കേതികവിദ്യ പങ്കുവെക്കുന്നതും റഷ്യൻ സൈന്യത്തിൽ ചേർന്ന ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ചയാകും. റഷ്യയിൽ നിന്ന് കൂടുതൽ S-400 വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്നതിന് തീരുമാനമായിട്ടുണ്ട്. സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ധാരണയുണ്ടാകും. റഷ്യ-യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് വ്ളാഡിമിർ പുടിൻ ഭാരതത്തിലെത്തുന്നത്. ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ റഷ്യൻ പ്രസിഡന്റിന് അത്താഴ വിരുന്നൊരുക്കിയിട്ടുണ്ട്. ജനം, ഡൽഹി.